സുപ്രഭാതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗുരുപദേശത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതുപോലെ അതുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന കേമത്വത്തെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചു. ഇനി ആ ഗുരുപദേശം ലഭിക്കേണ്ടത് രാജകുമാരന്മാർക്കാണ്. കാരണം അവർക്ക് ഉപദേഷ്ടാക്കൾ വളരെ കുറവാണ്. പിന്നെ ചിലവർ ഈ ഗുരുപദേശത്തെ എങ്ങനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്നില്ല എന്നതും കൂടെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി എന്താണ് രാജപ്രകൃതി എന്ന് പറയാൻ പോവാണ്. അഹങ്കാര ദാഹജ്വര മൂർച്ഛ അന്ധകാരിത വിഹ്വലാഹി രാജപ്രകൃതി അളീകാഭിമാനോന്മാദകാരീണി ധനാനി രാജ്യവിഷവികാര തന്ത്രാപ്രദ രാജലക്ഷ്മി. അപ്പോൾ രാജപ്രകൃതിയും രാജലക്ഷ്മിയും എപ്രകാരമുള്ളതാണ്? അഹങ്കാര ദാഹജ്വര മൂർച്ഛ അന്ധകാരിത വിഹ്വലാഹി രാജപ്രകൃതി അളീകാഭിമാനോന്മാദകാരീണി ധനാനി രാജ്യവിഷവികാര തന്ത്രാപ്രദ രാജലക്ഷ്മി. ഇവിടെ അഹങ്കാര ദാഹജ്വര മൂർച്ഛ അന്ധകാരിത എന്നത് ഒറ്റ വാക്കാണ്. വിഹ്വല ഹി രാജപ്രകൃതി, പദച്ഛേദം ഒന്നുമില്ല. അളീകാഭിമാനോന്മാദകാരീണി ധനാനി, അവിടെയും പദച്ഛേദമില്ല. രാജ്യവിഷവികാര തന്ത്രാപ്രദ രാജലക്ഷ്മി, അവിടെയും പദച്ഛേദം വരുന്നില്ല. അപ്പോ ഇവിടെ എങ്ങനെയാണ് അന്വയം വരിക എന്നൊന്ന് നോക്കാം. ഹി രാജപ്രകൃതി അഹങ്കാര ദാഹജ്വര മൂർച്ഛ അന്ധകാരിത വിഹ്വല ധനാനി അളീകാഭിമാനോന്മാദകാരീണി രാജലക്ഷ്മി രാജ്യവിഷവികാര തന്ത്രാപ്രദ. ഇപ്രകാരമൊക്കെയാണ് ഈ വിശേഷണങ്ങൾ ഒരു അല്ലെങ്കിൽ രാജപ്രകൃതിയും രാജലക്ഷ്മിയും ഒരു പുരുഷനിൽ വന്ന് ഭവിക്കുന്നത് എന്ന് പറയാണ്. എന്താണ് രാജപ്രകൃതിയുടെ പ്രത്യേകത? അഹങ്കാര ദാഹജ്വര മൂർച്ഛ അന്ധകാരിത, അഹങ്കാരമാകുന്ന ദാഹജ്വരം. ദാഹജ്വരം എന്ന് പറഞ്ഞാൽ ജ്വരം എന്നുള്ള വാക്കിന് പനി എന്നാണ് അർത്ഥം. ദാഹജ്വരം എന്ന് പറഞ്ഞാൽ ആ ദാഹമാകുന്ന ജ്വരം, അത് അഭിമാനമാകുന്ന താപജ്വരം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദാഹജ്വരം എന്ന് പറഞ്ഞാല് ജ്വരം കൊണ്ടുണ്ടാകുന്ന താപം, ചുട്ടുപൊള്ളുന്ന പനി. ആ ചുട്ടുപൊള്ളുന്ന പനിയായിട്ട് ഇവിടെ എന്തിനെയാണ് പറയുന്നത്? അഹങ്കാരത്തെയാണ് പറയുന്നത്. അഭിമാനം, സ്വാഭിമാനം വിട്ടുകളയാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? മൂർച്ഛ. അപ്പൊ മനസ്സ് അതിലങ്ങട് മുഴുകിയിട്ട് ബാക്കിയുള്ളതൊന്നും കാണാണ്ടാവും. ഒരു മോഹാവസ്ഥയിലേക്ക് എത്തും. പിന്നെ അന്ധകാരമായി മാറി. അതാണ് അഹങ്കാര ദാഹജ്വര മൂർച്ഛ അന്ധകാരിത. അപ്പോ അഹങ്കാരമാകുന്ന താപോഷ്മാവ് കൊണ്ട് മൂർച്ഛിച്ചു പോയിട്ട് ഇരുട്ടിലകപ്പെട്ടു പോയവനെ പോലെ വിഹ്വലമായതാണ് രാജപ്രകൃതി. വിഹ്വലം എന്ന് പറഞ്ഞാലോ പരിഭ്രാന്തം എന്നർത്ഥം. മൂർച്ഛ എന്ന് പറഞ്ഞാൽ മോഹം എന്നാണ് അർത്ഥം. അപ്പോ വിഹ്വലമായത്, പരിഭ്രാന്തമായത്, വ്യാകുലമായത് എന്നൊക്കെ അർത്ഥം. അപ്രകാരമാണ് രാജപ്രകൃതി വന്നു ചേരുന്നത്. ധനോ അളീകാഭിമാനോന്മാദകാരീണി ധനാനി. അളീകം എന്ന് പറഞ്ഞാല് മിഥ്യയായിട്ട്, മിഥ്യയായ അഭിമാനം. ആവശ്യത്തിനുള്ള അഭിമാനം ഒട്ടും ഉണ്ടാവില്ല, അനാവശ്യമായിട്ടുള്ള അഭിമാനങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതാണ് അഹങ്കാരം. അളീകമായ അഭിമാനം കൊണ്ട് ഉന്മാദം വരുന്ന അവസ്ഥ. ഉന്മാദം എന്ന് പറഞ്ഞാല് ഭ്രാന്ത് എന്നാണ് അർത്ഥം. ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു. എന്ത്? ധനം, അവിടെ ഉണ്ടാക്കുന്ന സമ്പത്ത്. പിന്നെ രാജലക്ഷ്മിയോ രാജ്യവിഷവികാര തന്ത്രാപ്രദ. രാജ്യവിഷമാകുന്ന വികാരത്തെ
തന്ത്രമാക്കുന്നത്. തന്ത്രമാക്കുക എന്ന് പറഞ്ഞാല് ശിഥിലമാക്കുക എന്നർത്ഥം, ചിന്നിച്ചിതറിപ്പോവുക. അപ്പൊ വികാരം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന രീതിയില് മാറ്റുന്ന, രാജ്യവിഷമാകുന്ന വികാരത്തെ പൊട്ടിത്തെറിപ്പിക്കുന്ന രീതിയിൽ രാജലക്ഷ്മി വർത്തിക്കുന്നു. ഐശ്വര്യം അത് രാജാവിന്റെ ഐശ്വര്യമായി കഴിഞ്ഞാല് ഒട്ടും നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പോ അപ്രകാരം ശിഥിലതയെ ഉണ്ടാക്കുന്നു. തന്ത്രാശൈഥില്യം താം പ്രദാതി ഇതി തന്ത്രാപ്രദ. വികാരേണ തന്ത്രാപ്രദ വികാരതന്ത്രാപ്രദ. രാജ്യവിഷാദ് വികാരതന്ത്രാപ്രദ രാജ്യവിഷ വികാരതന്ത്രാപ്രദ. ഇങ്ങനെയാണ് അതിന്റെ വിഗ്രഹം വരാ. അപ്പം ഇതിലുള്ള ഓരോ വാക്കുകളും മനസ്സിലാക്കുക. രാജപ്രകൃതി എന്ന് പറയുന്നത് അഹങ്കാരമാകുന്ന, ഇവിടെ അഹങ്കാരം എന്നുള്ള വാക്കിൽ എനിക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ങ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരയിട്ടിട്ടില്ല കേട്ടോ. അഹങ്കാരം എന്നാണ് വായിക്കുക. അത് കറക്റ്റ് ചെയ്ത് വായിക്കണേ നിങ്ങൾ. അഹങ്കാര എന്ന് എഴുതണം. ടെക്സ്റ്റിലും വന്നിട്ടുണ്ട്, അന്വയത്തിലും വന്നിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതണേ. അഹങ്കാര ദാഹജ്വര മൂർച്ഛ അന്ധകാരിത വിഹ്വലാഹി രാജപ്രകൃതി. അഹങ്കാരമാകുന്ന താപോഷ്മാവ് കൊണ്ട് മോഹാലസ്യം വന്ന് അല്ലെങ്കിൽ മോഹിതനായി അന്ധകാരത്തിൽപ്പെട്ട് ഉഴലുന്നതാണ് രാജാവിന്റെ പ്രകൃതി എന്ന് പറയുന്നത്. മിഥ്യാഭിമാനം കൊണ്ട് ഉന്മാദത്തെ ഉണ്ടാക്കുന്നതാണ് ധനങ്ങൾ. രാജൈശ്വര്യമാകട്ടെ രാജ്യവിഷമാകുന്ന വികാരത്തെ ചിന്നിച്ചിതറിക്കുന്ന രീതിയിൽ ഉള്ള അവസ്ഥയെ ഉണ്ടാക്കുന്നു. അപ്പോ ഇപ്രകാരം ഉള്ള അവസ്ഥാന്തരങ്ങളെ സൃഷ്ടിക്കും രാജാധികാരം കയ്യിൽ വരുമ്പോൾ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ രാജലക്ഷ്മിയെ ഒക്കെ ഇപ്രകാരം അതുപോലെ എന്ന് പറയാതെ അതാണ് എന്ന് പറഞ്ഞത് കൊണ്ട്, അഭേദം കൽപ്പിച്ചത് കൊണ്ട് രൂപകാലങ്കാരം, അഭേദ രൂപകം. പിന്നെ അളീകാഭിമാന എന്ന വാക്കിന് ഞാൻ അർത്ഥം പറഞ്ഞു, അത് നിങ്ങൾ നോക്കുക. മിഥ്യാദർപ്പ അളീകാഭിമാനേന ഉന്മാദരഥം കർത്തും ശീലം യേഷാം താനി അളീകാഭിമാനോന്മാദകാരിണി. അപ്പൊ ഈ വിഗ്രഹവും നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് നല്ലതുപോലെ പഠിക്കാം.